ഗോവിന്ദ. ഭാഗവതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ആദ്യവും മധ്യമത്തിലും അവസാനത്തിലും പരമമായിട്ടുള്ള സത്യത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മളോട് പറഞ്ഞു ആരാണ് ഈശ്വരൻ. പരമമായിട്ടുള്ള യാതൊരുവിധ കാപട്യവുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള സത്യമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അതിനെ തെളിയിച്ചു കാണിക്കുന്നതായിട്ടുള്ള രംഗമാണ് യഥാർത്ഥത്തിൽ മധ്യഭാഗത്തിലായിട്ട് സത്യവ്രതം സത്യം, സത്യവ്രതം ത്രിസത്യം, സത്യസ്യോനം നിഹിതം ച സത്യേ എന്നുള്ള ആ സത്യസ്വരൂപനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ കൃഷ്ണചരിത്രം അത് മധ്യഭാഗത്തിലായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇനിയോ അവസാനിക്കുമ്പോഴോ സത്യം പരം ധീമഹി, അവസാനം സത്യം പരം ധീമഹി എന്നുള്ള അക്ഷരത്തെ ആ വാക്കിലൂടെ തന്നെ ഭഗവാൻ ഇവിടെ വേദവ്യാസ മഹർഷി ഈ ഭാഗവതത്തിന്റെ ഏറ്റവും മൂലപ്രധാനമായിട്ടുള്ള ഈശ്വര തത്വത്തെ അവിടുന്ന് പല രീതിയിൽ നേരത്തെ ഇന്നതാണെന്ന് പറഞ്ഞു, അതിനെ കാണിച്ചു തന്നു, അതിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ആ ഒരു അവസ്ഥയിൽ ഇപ്പോ കൃഷ്ണാവതാര രംഗങ്ങളിലേക്ക് നമ്മൾ എത്തി. ഇന്നലെ നമ്മൾ പറഞ്ഞു ദേവന്മാര് എല്ലാവരും കൂടി ഗംഭീരമായിട്ട് ഭഗവാനെ അവിടുന്ന് സ്തുതിച്ചു. ഈ പ്രപഞ്ചത്തിന് ഉപരിയായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചതായിട്ടുള്ള ആ ദേവന്മാര്, ബ്രഹ്മാവും അതുപോലെ തന്നെ മഹാദേവനും ഒക്കെ അവിടെ നിന്നും യാത്രയായി എന്ന് പറയുകയാണ്. പിന്നീട് കൃഷ്ണാവതാര രംഗങ്ങളിലേക്ക് കടക്കുന്നു. അഥ സർവഗുണോപേത കാല പരമശോഭന. അഥ എന്നുള്ള ഒരു ശബ്ദം തന്നെ മംഗളാർത്ഥമാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് വേദവ്യാസ മഹർഷി അവിടെ അഥ എന്ന് പറഞ്ഞതെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം. ദേവന്മാര് യാത്രയായതിൽ പിന്നെ എന്നോ, അല്ലെങ്കിലോ ദേവകിയുടെ ഗർഭം പൂർണ്ണമായി ആയത് കൊണ്ടാണോ, ഇനി അതല്ല പ്രകൃതി സർവപ്രകാരത്തിലും ഇന്ന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണോ ഈ അഥ പിന്നെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അറിയില്ല. ഏറ്റവും മംഗളമായിട്ടുള്ള ഒരു കാരണം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പോലെയാണ്. അഥ സർവഗുണോപേത കാല പരമശോഭന. അനന്തരം അത്യന്തം ശോഭന സ്വഭാവമുള്ള ഒരു കാലാവസ്ഥ തന്നെ അവിടെ വന്നണഞ്ഞു. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ അവസ്ഥ. നല്ല സമയം എന്ന് പറയാം. ഏതാ നല്ല സമയം എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ സാധിക്കുക? കൃഷ്ണാവതാരം നടന്ന സമയം ഏതാണോ അതാണ് ഏറ്റവും നല്ല സമയം. കാരണം എന്താണ്? ഭഗവാന്റെ അവതാരം കാണുവാൻ വേണ്ടിയിട്ട് ഈ സകല ചരാചരങ്ങളും അവിടുത്തെ ഏതാണോ സുസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഉറച്ച് ഇരുന്നു കൊണ്ട് അവരിതാ ആ ഭഗവാന്റെ അവതാരത്തെ മോഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന രംഗം. എല്ലായിടങ്ങളിലും സന്തോഷം. പുരത്തിലും ഗ്രാമത്തിലും വനത്തിലും എല്ലായിടങ്ങളിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള മനസ്സുകളോട് കൂടിയിട്ടുള്ള സർവചരാചരങ്ങളുടെ സ്വസ്ഥാനത്ത് ഇരിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് അഥ സർവഗുണോപേത കാല പരമശോഭന. പ്രകൃതിയിലെ മംഗളസൂചകങ്ങളായിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ ദൃശ്യങ്ങളായി അവിടെ. ബ്രഹ്മാവ് ദേവതയായിട്ടുള്ള ആ ബ്രഹ്മാവിന്റെ രോഹിണി നക്ഷത്രം ഉദിച്ചും അതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങള് അതുപോലെ തന്നെ ഗ്രഹങ്ങള് ഉത്രാടത്തിന്റെയും തിരുവോണത്തിന്റെയും നടുക്കായിട്ടുള്ള അഭിജിത്ത് നക്ഷത്രം പോലും ഇന്ന് ഭഗവാന്റെ അവതാരം കാണുവാൻ വേണ്ടിയിട്ട് ഉദിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഓരോരോ നക്ഷത്രങ്ങളും ആ ആകാശത്ത് വേണ്ട രീതിയിൽ ആ രാത്രി സമയത്ത് ഉദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദിക്കുകളെല്ലാം പ്രശോഭിച്ചിരിക്കുന്നു. നക്ഷത്ര സമൂഹങ്ങളാല് ആ ആകാശം മുഴുവൻ പ്രഭാപൂരിതമായി കഴിഞ്ഞപ്പോഴേക്കും സകല ദിക്കുകളും അവിടെ പ്രശോഭിച്ചു. ഭൂമിയിലെ ഗ്രാമങ്ങള്, നഗരങ്ങള്, നദികള്, ഖനികള് തുടങ്ങിയതായിട്ടുള്ള എല്ലായിടങ്ങളിലും സന്തോഷത്തിന്റെ ഒരു നിർവൃതി തന്നെ എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. ജലാശയങ്ങൾ എങ്ങനെയാണ്? ദിശപ്രസേ ദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകര.
നദ്യപ്രസന്ന സലിലാഹൃദാജലരുഹശ്രിയ. അവിടെയുള്ള നദികള് എല്ലാം പ്രസന്നമായിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹൃദാജലരുഹശ്രിയ, ആ തടാകങ്ങളിലൊക്കെ എല്ലാ നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ട് അർദ്ധരാത്രിയില് ജലരുഹശ്രിയ, ആ താമരപ്പൂവുകളൊക്കെ വിടർന്നുകൊണ്ട് ശോഭനമായിട്ട് നിൽക്കുന്നു. ദ്വിജാലുകുല സംനാദസ്തപക വനരാജയ. ദാ നഗരത്തിൽ മാത്രമല്ല, വനങ്ങളിലെ കാടുകളിൽ പോലും സന്തോഷങ്ങള് അലയടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂങ്കുലകളോട് കൂടിയിട്ടുള്ള ധാരാളം വൃക്ഷങ്ങളുടെ ചുറ്റുമായിക്കൊണ്ട് ഹരി 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 എന്നുള്ള ഒരു നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വണ്ടുകളുടെയും മധുര ശബ്ദങ്ങളുടെയും ഒക്കെ കോലാഹലങ്ങളെ, പക്ഷികളുടെയും ഒക്കെ കോലാഹലങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. പുണ്യഗന്ധവഹശുചി. സുഗന്ധപൂരിതമായിട്ടുള്ള മന്ദമാരുതൻ ആ ദേശത്തെ മുഴുവൻ ശുചിത്വമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലായിടങ്ങളിലും സുഗന്ധങ്ങളെ പരത്തിക്കൊണ്ട്, ഈ സുഗന്ധങ്ങൾ പരത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന നിർവികാരത, ആ ഒരു സ്നേഹത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ ആ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് മന്ദമാരുതൻ സുഗന്ധങ്ങളെ ആ മന്ദമായിട്ട് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ശുചിയാക്കുന്ന പുണ്യഗന്ധവഹശുചി. അഗ്നേശ്ചദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധതാ. ദ്വിജാതികളായിട്ടുള്ള ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ തുടങ്ങിയവരുടെ ഓരോ ഗൃഹങ്ങളിലും ഉയർന്നു വരുന്നതായിട്ടുള്ള ആ അഗ്നിജ്വാലകള്, അതൊക്കെ തന്നെ അവിടുന്ന് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ അവതാരത്തെ കാത്തു നിൽക്കുന്ന രീതിയിൽ തന്നെ അവിടുന്ന് ജ്വലിച്ചു. ദ്വിജാതീനാം അഗ്നേശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത. ശാന്തമായിക്കൊണ്ട് ഓരോരോ ബ്രാഹ്മണ ഗൃഹങ്ങളിലും ക്ഷത്രിയ ഗൃഹങ്ങളിലും വൈശ്യ ഗൃഹങ്ങളിലും അവിടുത്തെ ആ ദിവസമുള്ള ഹോത്രം നടക്കുന്നതായിട്ടുള്ള ആ കുണ്ടങ്ങളിൽ നിന്നും ശാന്തമായിട്ടുള്ള അഗ്നികള് അവിടുന്ന് ഉയർന്നു വന്നു. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം. അസുരന്മാരുടെ ദ്രോഹം ഏൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ പേടിച്ച് കഴിയുന്നതായിട്ടുള്ള സാധുജനങ്ങളായിട്ടുള്ളവരുടെ മനസ്സൊക്കെ ഇന്ന് പ്രസന്നമായിരിക്കുന്നു. അവർക്ക് ആ അസുരദ്രോഹങ്ങളിൽ നിന്നും ഒരു തീരുമാനത്തിനായിക്കൊണ്ട് ഭഗവാൻ അവിടെ അവതരിക്കുന്നു എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് പ്രസന്നമായി. ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോദിവി. ഇവിടെതാ അജനനായിട്ടുള്ള ജായമാൻ ഏജനേ തസ്മിൻ, അജനനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ഇനിയതാ ഒരു ജനനം നമുക്ക് കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആ പ്രകൃതിയിലുള്ള എല്ലായിടങ്ങളിലും എല്ലാവരെയും അവര് അത്ഭുതമാകുന്ന രീതിയിൽ തസ്മിൻ നേതുർദുന്ദുഭയോദിവി, ആകാശത്ത് നിന്ന് ദുന്ദുഭി മുഴങ്ങിക്കൊണ്ട് പുഷ്പവൃഷ്ടി ആക്കി തയ്യാറായിക്കൊണ്ട് ദേവന്മാരൊക്കെ അവിടെ നിരന്നു നിൽക്കുന്നു. ജഗുക്കിന്നര ഗന്ധർവ സുഷ്ടു സിദ്ധചാരണാഹ വിദ്യാധരീശ നതുഭി അക്ഷരോഭി സമം തഥാ. അവിടെ സിദ്ധന്മാര്, ചാരണന്മാര്, അപ്സരസുകളൊക്കെ ആനന്ദ നൃത്തമാടിക്കൊണ്ട് മഹർഷീശ്വരന്മാരും ദേവന്മാരും ഒക്കെ ആ ആകാശ വീഥികളിൽ നിന്നും കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു. സമുദ്രത്തിലൊക്കെ തിരമാലകള് എങ്ങനെയാണോ ഈ കർക്കിടകത്തിന്റെ കോളിളക്കം കൊണ്ട് അടിച്ച് കലങ്ങി മറിഞ്ഞ് ഒഴുകിയിട്ടുള്ള ആ സമുദ്രങ്ങളൊക്കെ ഇന്നിതാ അവരൊക്കെ തിരമാലകളൊക്കെ ശാന്തമായിക്കൊണ്ട് എല്ലാവരും ആ കൃഷ്ണാവതാരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശാന്തമായി സമാധാനമായി കൊണ്ട് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സമുദ്രങ്ങളില് ആ ജനങ്ങൾ മുഴുവൻ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. അതിനെ അനുകരിച്ചുകൊണ്ട് മേഘങ്ങള് ലഘുവായിക്കൊണ്ട് അവിടെ ചെറിയ 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 ഇടിമുഴക്കങ്ങൾ, പേടിപ്പിക്കുന്ന രീതിയിലല്ലാതെ ചെറിയ ചെറിയ ഇടിമുഴക്കങ്ങൾ ഒരു താളത്തിനനുസരിച്ച് ഭഗവാന്റെ അവതാരത്തെ കൊണ്ടുവരുവാൻ വേണ്ടതാ ഓരോരോ പുരങ്ങളിലും ഗ്രാമങ്ങളിലും വനങ്ങളിലും ഉള്ള സർവചരാചരങ്ങളിലെയും ഒന്ന് അറിയിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ഘണ്ടാനാദം പോലെ, മണിനാദം പോലെ ഇടിമുഴക്കിക്കൊണ്ട് അന്ധകാര നിബിഡമായിട്ടുള്ള ഈ അർദ്ധരാത്രി സമയത്ത് കിഴക്കേ ദിക്കിലായിക്കൊണ്ട് ഒരു പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ദിവ്യാനുഭൂതി അവിടെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സന്ദർഭത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയാന്ത ഭാഗത്തില് വസിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ഒരു കണ്ണൻ, ആ ഒരു മഹാവിഷ്ണു ദേവസ്വരൂപിണിയായിട്ടുള്ള ദേവകിയുടെ ഗർഭത്തിലേക്ക് ആവിർഭവിച്ചു എന്ന് പറയാണ്.
അപ്പൊ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ഭൂജാതനായിക്കൊണ്ട് ആ കൂരിരുട്ടത്ത് അർദ്ധരാത്രിയിലെ കിഴക്ക് ചന്ദ്രൻ ഉദിച്ചത് എന്ന പോലെ ആയിരുന്നു ഭഗവാന്റെ ആ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭൂതി അതായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ആരൊക്കെയാണോ ഇന്ന് ഭഗവാന്റെ ആ അവതാരത്തെ കാത്തു നിൽക്കുന്നത്, അങ്ങനെയുള്ള എല്ലാവരുടെയും മനസ്സില് ആ പൂർണ്ണചന്ദ്രൻ എങ്ങനെയാണോ രാത്രിയില് അഷ്ടമി ദിവസത്തിൽ യഥാർത്ഥത്തില് ചന്ദ്രൻ പൗർണമിയായിട്ട് കാണാറില്ല. പിന്നെന്താണ്, അതെല്ലാ നിയമങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്ദുരിവ പുഷ്കല ചന്ദ്രോദയ സമയത്താണ് ഭഗവാന്റെ ജനനം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ അർദ്ധരാത്രി ചന്ദ്രോദയം ഉണ്ടാവുക എന്നുള്ളത്, അതും കൃഷ്ണപക്ഷത്തില് അഷ്ടമി ദിവസത്തില് ഇതൊരിക്കലും സാധിക്കുകയില്ലെങ്കിൽ പോലും അത് വിശിഷ്യ ആ പൂർണ്ണ ചന്ദ്രനായിക്കൊണ്ട് തന്നെ അവിടെ ഭഗവാൻ അവിടെ അവതരിക്കുന്നു. ഇങ്ങനെ ആ കൃഷ്ണാഷ്ടമിയും അതുപോലെ ബ്രഹ്മാവിന്റെ നാളായിട്ടുള്ള രോഹിണിയും ചേർന്നതായിട്ടുള്ള ആ മഹാദേവന്റെ തിഥിയായിട്ടുള്ള അഷ്ടമി തിഥി, വൈക്കത്ത് അഷ്ടമിയൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ മഹാദേവനെയും ബ്രഹ്മാവിനെയും കൂട്ടുനിർത്തിക്കൊണ്ട് ഭഗവാൻ അവിടെ സംയോജിച്ചിട്ടുള്ള ആ ഒരു ഭാദ്രപദം ചിങ്ങമാസത്തില് അഷ്ടമി നാളില് ഭഗവാൻ അവിടുന്ന് ഉദിച്ചിരിക്കുന്നു. പുഷ്കല ആ ദിശി ഇന്ദുരിവ പുഷ്കല. അർദ്ധരാത്രിക്ക് ചന്ദ്രോദയം അസംഭാവ്യമാണ് എങ്കിൽ ഇവിടെ പറയാണ് ദിശി ഇന്ദുരിവ പുഷ്കല. ശരിക്കും എന്താണ് അവിടെ പറയുന്നത്? എല്ലാ നിയമങ്ങളും അവിടെ തെറ്റിയിരുന്നു. ഹൃദ ജലരുഹശ്രിയ, അർദ്ധരാത്രിയിൽ താമരകൾ വിരിയുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഭഗവാൻ ഈ അവതരിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ ഭഗവാൻ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായിക്കൊണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം ചന്ദ്രന്റെ കലകൾ മുഴുവൻ ആവാഹിച്ച് എടുത്തതായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാൻ ഇനി എന്തെങ്കിലും കുറവുകൾ സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് പൂർണ്ണചന്ദ്രനായിക്കൊണ്ട് ആ ചന്ദ്രന്റെ കലകളെ മുഴുവൻ തന്റെ ഉള്ളിലേക്ക് ആ ഭഗവാനിലേക്ക് ആവേശിച്ചുകൊണ്ട് ആ ചന്ദ്രന്റെ വരവ്. എന്തായാലും ആ ശ്രീകൃഷ്ണ അവതാര സമയത്ത് ഗ്രഹങ്ങളും മറ്റ് ഏറ്റവും അനുകൂലമായിട്ടുള്ള രാശികളിലൊക്കെ വന്ന് അവിടെ സ്ഥാനം പിടിക്കുകയാണ് ഉണ്ടായത്. ഭഗവാന്റെ അവതാര സമയത്ത് ഇന്ന സമയത്ത് ഭഗവാൻ അവതരിച്ചു എന്നുള്ളതല്ല, ഭഗവാന്റെ അവതാരം കാണുവാൻ വേണ്ടി ഓരോരോ ഗ്രഹങ്ങളും ഏതാണോ ഉച്ചസ്ഥാനത്തിൽ ഇരിക്കേണ്ടത് ആ അനുകൂലമായിട്ടുള്ള രാശികളിൽ സ്ഥാനം പിടിച്ചു. അല്ലാതെ സാധാരണഗതിയില് ശുഭകരങ്ങളായിട്ടുള്ള ഒരു സ്ഥാനങ്ങളിൽ എത്തി എന്നുള്ളതല്ല. അവിടെ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഉദിച്ചതായിട്ടുള്ള അഭിജിത്ത് എന്ന ആ നക്ഷത്രം ആകാശത്ത് തിളങ്ങിയിരിക്കുന്നു. രോഹിണി നക്ഷത്രമായിട്ട് അവിടെ ബന്ധമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ കൃഷ്ണാവതാര സമയത്ത് അഭിജിത്ത്, ഉത്രാടത്തിന്റെയും തിരുവോണത്തിന്റെയും നടുവിലുള്ളതാണ് അഭിജിത്ത്. ഇപ്പോ ശരിക്കും യഥാർത്ഥത്തിൽ രോഹിണി നക്ഷത്രമാണ് അവിടെ ഉദിക്കേണ്ടത്. പക്ഷേ അവിടെ ഭഗവാന്റെ അവതാര സമയത്ത് അഭിജിത്ത് അവിടെ ഉദിച്ചു എന്നാണ് ഇവിടെ ഓരോരോ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. യുക്തോ മുഹൂർത്തെ വിജയെ പ്രാപ്തോ മധ്യദിവാകര എന്ന് വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഭിജിത്ത് നക്ഷത്രവും കൂടി അവിടെ 27 നക്ഷത്രങ്ങളുടെ കൂടെ അവിടെ ശോഭിച്ചു എന്ന് പറയുന്ന പ്രകാരം ആ ഭഗവാന്റെ അവതാര രംഗം അവിടെ ഒരുങ്ങി എന്ന് പറയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണാവതാരം വർണ്ണിക്കുന്നത് 8ാമത്തെ ശ്ലോകത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? അതിന്റെ ഒരു പ്രാധാന്യം ഹരിവംശ പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദേവകിയുടെയും യശോദയും ഒക്കെ 8ാം മാസത്തിലാണ് പ്രസവിച്ചതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു നിർണായകമായിട്ടുള്ള സമയം ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ചത്? തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ജംഘ ഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഹവൈഡൂര്യകിരീട കുണ്ടലത്തുഷാപരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകഞ്ചി അങ്കണകങ്കണാതിഭിർവിരോചമാനം വസുദേവ ഐക്ഷത. അവിടെ ദേവിക്ക് കാണാൻ സാധിച്ചില്ല. ആദ്യം വസുദേവനാണ് അത് കണ്ടത്. വസുദേവൻ നിരീക്ഷിച്ചതായിട്ടുള്ള ദിവ്യ കോമള രൂപം അവിടെ കാണിക്കുകയാണ്. താമരക്കണ്ണനായിട്ടുള്ള താമരദളങ്ങളെ കൊണ്ടുള്ള ഭഗവാന്റെ നേത്രങ്ങള് 4 തൃക്കൈകളിലായിക്കൊണ്ട് ശംഖം, ചക്രം, ഗദാപത്മം എന്നീ പ്രകാശമാനങ്ങളായിട്ടുള്ള ആയുധങ്ങള് ധരിച്ചിരിക്കുന്നു. ശ്രീവത്സാങ്കിതമാക്ഷനായിട്ടുള്ള വക്ഷസ്, ആ കഴുത്തിൽ ആ കൗസ്തുഭരത്നം ധരിച്ചിരിക്കുന്നു.
പീതാംബരം ഉടുത്തിരിക്കുന്നു. കോടക്കാർ വർണ്ണന്റെ കോടക്കാരന്റെ ആ മേഘത്തിന്റെ വർണ്ണത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ, വിലമതിക്കാനാകാത്തതായിട്ടുള്ള വൈഡൂര്യാദി രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള കിരീടങ്ങൾ ധരിച്ചിരിക്കുന്നു. മകരകുണ്ടലങ്ങളുടെ ശോഭകള് ആ കവിൾത്തട്ടിൽ വന്ന് അടിച്ചുകൊണ്ട് ആ മിനുമിനുത്തതായിട്ടുള്ള കവിൾത്തടം അവിടെ ശോഭിച്ചു കാണാൻ സാധിക്കുന്നു. അവിടെ ധാരാളം തോൾവളകളായിട്ടും കടകങ്ങളായിട്ടും കൈവളകളായിട്ടും ധാരാളം ആ ബാഹുക്കളെ മുഴുവൻ എന്താണ് മറച്ചു വെക്കുന്ന രീതിയിലുള്ള വളകൾ ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ ശോഭിക്കുന്നതായിട്ടുള്ള അത്ഭുത ബാലനെ ആ വസുദേവരെ കണ്ടു എന്ന് പറയാണ്. പിന്നീട് സഹസ്രകുന്തളം, ആ എന്താണ് കെട്ടിവെക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കുന്തളങ്ങളെ മുഴുവൻ അവിടുന്ന് ഒതുക്കി 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 അതിന്റെ മുകളിലായിക്കൊണ്ട് വൈഡൂര്യാദി രത്നങ്ങൾ, വിലമതിക്കാത്തതായിട്ടുള്ള രത്നങ്ങളെ പതിച്ചതായിട്ടുള്ള ആ കിരീടം അവിടുന്ന് ധരിച്ചിരിക്കുന്നു. എന്തായാലും ഭഗവാൻ മഹാവിഷ്ണു തന്റെ പുത്രനായിട്ട് അവതരിച്ചത് കണ്ട് വിസ്മയിച്ചതായിട്ടുള്ള ആ ഒരു വസുദേവര് ആ ശ്രീകൃഷ്ണാവതാരമാകുന്ന ആ ഉത്സവ തിമിർപ്പിൽ മതിമറന്നുകൊണ്ട് അത് ആനന്ദിച്ചു, അനുഭവിച്ചു. അവിടെ വെച്ച് നേരെ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു ഭഗവാന്റെ. അതിന് നേരെ വേഗം തന്നെ തനിക്ക് ഇങ്ങനെ ഒരു മഹത്വമായിട്ടുള്ള ഒരു പിതൃസ്ഥാനത്തിന് താൻ അധികാരിയായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒരു സന്തോഷത്തിൽ ആ സമയത്ത് തന്നെ ആലങ്കാരികമായിട്ട് അവിടെ പറയാണ്, ധാരാളം ദാനങ്ങൾ അവിടെ ചെയ്തു എന്ന് പറയാണ്. അവിടെ മുദാദ്വിജേഭ്യോയുതമപ്ലുതോ ഗവാം, 10,000 ഗോക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് പറയാണ്. ഇനി മനസ്സുകൊണ്ട് അവിടെ നിരീക്ഷണമായിരിക്കാം. അർദ്ധരാത്രിയിലെ ബ്രാഹ്മണരെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അർദ്ധരാത്രി എന്ന് പറയല് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ്, ഇപ്പോ നട്ടുച്ച സമയം പോലെയാണ് ഇന്ന് ആ ലോകം മുഴുവൻ. എന്തേ കാരണം, എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രകാശം പുറത്തേക്ക് വരുന്നു അല്ലെ. നക്ഷത്രങ്ങള്, ചന്ദ്രൻ, എല്ലാവരും പൂർണ്ണചന്ദ്രനായിട്ട് ഇനി അവിടെ ഇരുട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഭഗവാൻ വരുന്ന സമയത്ത് ഇവിടെ ഇരുട്ടുണ്ടാവരുത് എന്നുള്ള രീതിയിൽ ജീവജാലങ്ങൾ മുഴുവൻ തന്റെ ഉള്ളിലുള്ള മനസ്സാകുന്ന ആ പ്രകാശത്തെ പൂർണ്ണമായിട്ട് 100% ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് ഇരുട്ടുണ്ടാകുക? അത് തന്നെയല്ല, എല്ലാവരും തയ്യാറായിക്കൊണ്ട് ഇനി ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും എല്ലാവരും അവതാര രംഗങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട്, അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ആ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നടക്കാവുന്ന ഒരു ദാനം മാത്രമേ ഉള്ളൂ. അവിടെ 1000 ഗോക്കളെ അവിടെ ദാനം ചെയ്തു എന്ന് പറയുകയാണ്. ഇങ്ങനെ ആ സൂതികാഗ്രഹത്തെ സ്വകാന്തിയിൽ പ്രകാശമാനമാക്കുന്നതായിട്ടുള്ള ആ അത്ഭുത ബാലൻ പരമപുരുഷനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മനസ്സിനെ അലട്ടിയതായിട്ടുള്ള എല്ലാ ഭീതിക്കും ഇന്ന് കംസന്റെ ഭയത്തിൽ നിന്നുമൊക്കെ അകന്നവനായിക്കൊണ്ട് ഏകാഗ്രതയോടുകൂടി ആ തനിക്ക് ഉണ്ടായതായിട്ടുള്ള സന്തോഷമായിട്ടുള്ള മനസ്സോടു കൂടിയായിട്ട് ഭഗവാന്റെ ആ മുമ്പിൽ വെച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു. പരത്തിനും, അതായത് പ്രകൃതിക്കും പരമായിട്ടുള്ള ഉപരിയായിട്ടുള്ള പുരുഷനാണ് അങ്ങ് എന്നുള്ളത് എനിക്കറിയാം. അങ്ങ് ആത്മാനന്ദത്തെ അനുഭവവേദ്യമാക്കുന്നു. യഥാർത്ഥത്തില് അങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഉള്ളിലൊക്കെ വർത്തിക്കുന്നതായിട്ടുള്ള ബോധസ്വരൂപൻ. ആ ബോധസ്വരൂപനെ മൂർത്തിമൽ ഭാവത്തോടു കൂടി ഞാൻ കാണുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ അവിടെ. അങ്ങനെ സ്വരൂപത്തോടു കൂടിയവനും സർവരുടെയും മനസ്സിലേക്ക് എന്തെന്നറിയാത്തതായിട്ടുള്ള ഒരു സന്തോഷത്തെ ഉണ്ടാക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിട്ടുള്ള കൈവല്യനാഥനായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആദിയിൽ ആ അങ്ങ് സ്വമായയെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിന് അധിഷ്ഠാനമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തെ അങ്ങ് സൃഷ്ടിച്ചു. യഥാർത്ഥത്തില് ആ പ്രപഞ്ചത്തില് അന്തര്യാമിത്വേന പ്രവേശിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ പ്രവേശിച്ചവനെ പോലെ, അത്രയേ ഉള്ളൂ. ഇവിടെ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല ഇവിടെ. പക്ഷേ തോന്നിപ്പിക്കുന്ന രീതിയിൽ, മായ കൊണ്ട് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ദേവകിയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കാണിച്ചു. അവിടെ സത്യമായിട്ടുള്ള ഒരു സങ്കല്പത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് വിദ്വാൻമാര് പറയും. അതുകൊണ്ട് പ്രായോഗികമായിട്ട് ചെയ്യുവാൻ അസാധ്യമായിട്ടുള്ള ആ ഒരു ദാനം പോലും ഇവിടെ സാങ്കല്പികമായിട്ട് അവിടെ വസുദേവർ ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് ഗംഭീരമായിട്ട് ആ ഭഗവാനെ അവിടുന്ന് അങ്ങ് സ്തുതിച്ചു. യഥേമേ വികൃതാഭാവാസ്തഥാ തേ വികൃതൈഃ സഹ.
വേദാന്തമായിട്ട് സാഖ്യ മതപ്രകാരം എന്താണ് അപ്രവിഷ്ടങ്ങൾ പ്രവിഷ്ടങ്ങളായി എന്നൊക്കെ പറയുന്ന പോലെ, അതായത് മഹത്തത്വം, അഹങ്കാരം തുടങ്ങിയതായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങള്, ഇങ്ങനെയുള്ള വികാരഹീനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ കാര്യപ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവർക്ക് മുമ്പോട്ട് വരാൻ സാധിക്കില്ല. നമ്മൾ പറയാറുണ്ട് 24 തത്വങ്ങളൊക്കെ ഉണ്ടായി ശരീരം പൂർണ്ണമായി കഴിഞ്ഞാൽ പോലും അതിനൊന്ന് ചലിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കണ്ണന്റെ ഒരു അനുഗ്രഹം, കണ്ണന്റെ ഒരു അംശം അവിടെ ചേർന്നെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പം അവയെ വികാരങ്ങളുള്ള പൃഥിവ്യാദി പഞ്ചഭൂതങ്ങള്, ദശേന്ദ്രിയങ്ങള്, ഇവയുമായിട്ടൊക്കെ ഈശ്വര ശക്തിയെ കൊണ്ട് സംയോജിപ്പിച്ച് പ്രപഞ്ചത്തിന് ഒരു രൂപം നൽകുകയാണ് അങ്ങ് ചെയ്തത്. ഇങ്ങനെ ഈ പ്രപഞ്ചോൽപത്തിക്ക് മുമ്പുള്ളവയും അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ഈ ഘടകങ്ങളായ ആ പ്രപഞ്ചം നിലനിൽക്കുന്ന സമയത്തും ഇതിന് ശേഷവും ആരാ ഉള്ളത്? അഹമേവാസമേവാഗ്രേ നാന്യേദ്യ സദസൽപരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സ്വസ്മ്യഹം. ഇതിനു മുമ്പും ഇപ്പോഴും ഇതിനു ശേഷവും അവിടെ നിലനിൽക്കുന്നത് ജന്മമില്ലാത്തതായിട്ടുള്ള ആ യഥാർത്ഥ പരമസ്വരൂപമായിട്ടുള്ള ആ പരമസ്വരൂപത്തിന്റെ ബ്രഹ്മത്തിന്റെ മൂർത്തിമൽ ഭാവമല്ലേ അവിടുന്ന് വാസ്തവത്തിൽ അവിടുന്ന് പ്രവേശിച്ചതാണോ? അല്ല, തമ്മിൽ ഘടിച്ച പ്രപഞ്ചത്തിന് രൂപകൽപ്പന ചെയ്യുകയാണ് അങ്ങ് ചെയ്തത് യഥാർത്ഥത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ആ അദ്വൈതത്തെ അവിടെ വസുദേവര് ഗംഭീരമായിട്ട് അവിടുന്ന് സ്തുതിക്കുന്നു. ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈർ ഗ്രാഹ്യൈർ ഗുണൈ സന്നപിതൽ ഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നതേ സർവസ്യ സർവാത്മന ആത്മവസ്തുന. കാര്യപ്രപഞ്ചത്തിലെ പ്രവിഷ്ടൻ എന്ന് തോന്നാമെങ്കിലും അപ്രകാരം ബുദ്ധിശക്തിയെ കൊണ്ട് അനുമാനിക്കപ്പെടാവുന്നതായിട്ടുള്ള ലക്ഷണങ്ങളെ കൊണ്ടും ഇന്ദ്രിയഗ്രാഹ്യങ്ങളായിട്ടുള്ള ആ ഗുണങ്ങളെ കൊണ്ടും ഒക്കെ സംയോജിപ്പിച്ച് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മളുടെ ബുദ്ധി കൊണ്ടോ നമുക്ക് ഒരു പരിമിതിയുണ്ട് അതിനൊക്കെ. പക്ഷേ അങ്ങ് എത്രയോ അതിൽ നിന്നൊക്കെ ഉപരിയാണ് യഥാർത്ഥത്തിൽ. അങ്ങ് ഒരു ദേവകീ ദേവിയുടെ ഉദരത്തിലേക്ക് വന്ന് ജനിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതായിട്ടുള്ള മൂഢമായിട്ടുള്ള ജനങ്ങള്, ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് യഥാർത്ഥമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങേക്ക് ഇങ്ങനെ വന്ന് ഒരു ദേവകീ ദേവിയുടെ ഉദരത്തിൽ വന്ന് ജനിക്കേണ്ട കാര്യമുണ്ടോ? പരബ്രഹ്മമായിട്ടുള്ള സ്വരൂപമായിട്ടുള്ള അങ്ങേക്ക്. പിന്നെ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മായാ ശക്തിയെ കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് യഥാർത്ഥത്തില് ഈ രീതിയില്. യഥാർത്ഥത്തിൽ എന്താണ്? മറവില്ലാത്ത ആളല്ലേ അങ്ങ്? അകവും പുറവും അല്ലേ, അകത്തിനും പുറത്തിനും നടുക്കുള്ള മധ്യമായിട്ടുള്ള സ്ഥാനത്തുണ്ടെങ്കിൽ അവിടെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങാണെങ്കിൽ ഒരിക്കലും ബുദ്ധി കൊണ്ട് അനുമാനിക്കുന്നവയോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാവുന്നതയോ ഒന്നുമല്ല. അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കൊക്കെ എത്രയോ അകലെയാണ് അങ്ങ് എന്ന് അവിടുന്ന് പറയുന്നു. നേരിൽ കാണുന്നതായിട്ടുള്ള ഈ ശരീരം പോലും ആത്മാവിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഒരിക്കലും അങ്ങയുടെ ആ പ്രഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അജ്ഞാനികളായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ശരീരമാകുന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങിപ്പോ ദേവകീ ദേവിയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴേക്കും സാധാരണ മനുഷ്യനെ പോലെ കാണാൻ സാധിക്കുള്ളൂ സാധാരണ ആളുകൾക്ക്, ജ്ഞാനികളായിട്ടുള്ളവർക്ക്. പക്ഷെ യഥാർത്ഥത്തിൽ ജ്ഞാനികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ മിഥ്യയായിക്കൊണ്ട് തള്ളിക്കളഞ്ഞതായിട്ടുള്ള ഈ പ്രപഞ്ചം അല്ലെങ്കിൽ സത്യമെന്ന് അംഗീകരിക്കുന്ന ഈ പ്രപഞ്ചം പോലും ഇന്ന് സത്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങ് അവിടുന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ യഥാർത്ഥത്തില് അങ്ങ് പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ഹേ ഭഗവാനെ, അങ്ങ് ഇന്ന് രൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന എന്തിനു വേണ്ടാണ്? മിഥ്യയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ പോലും ഇന്ന് ജനങ്ങൾ സത്യമാക്കുന്നുണ്ട് എങ്കിൽ ആ ജനങ്ങൾക്ക് ആ സത്യത്തെ അനുഭവിക്കുവാൻ വേണ്ടി ഇന്ന് അങ്ങ് മിഥ്യാ രൂപത്തിലൂടെ അങ്ങ് ഇന്ന് അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ വ്യാവകാരിക ദിശയിലെ സത്യത്തിന്റെ പ്രതീതി ഉളവാക്കുന്നതെല്ലാം തന്നെ സത്യമാകണമെന്നില്ല അവിടെ. അപ്പം അദ്വൈത ചിന്തയിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് സത്യമേത് അസത്യമേത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അദ്വൈത സിദ്ധാന്തത്തെ വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടല്ലേ അങ്ങയുടെ ഈ ഒരു അവതാരം? ഇന്ന് കാണുന്ന നമ്മളുടെ ഈ ബുദ്ധിക്കും നമ്മളുടെ നേത്രത്തിനും ഗോചരമായിട്ട് കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലെ പല വസ്തുക്കളിൽ നിന്നും
എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതാവഹങ്ങളായിട്ടുള്ള ഒരു രീതികൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം അവിടെ വിളങ്ങുന്നുണ്ട് എന്നുള്ള ഒരു സത്യത്തെ ഉറപ്പിക്കുവാൻ വേണ്ടല്ലേ ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ ഒരു അവതാരം. ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദ ഗുണാദ വിക്രിയാൽ ത്വയീശ്വരേ ബ്രഹ്മണി നോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചര്യതേ ഗുണൈഹി. ഒന്നിലും തന്നെ ആസക്തിയില്ലാത്തവൻ, നിർഗുണൻ, നിർവികാരൻ, അങ്ങനെയുള്ള അങ്ങയുടെ ആ ബീജത്തിൽ നിന്നും ആണ് യഥാർത്ഥത്തില് ഇവിടെയുള്ള ഈ വിശ്വം മുഴുവൻ, വിശ്വത്തിന്റെ ഉൽപ്പത്തി തന്നെ, ആ ഉൽപ്പത്തിയും സ്ഥിതിയും അതുപോലെ തന്നെ ലയവും ഒക്കെ അവിടുന്ന് ചെയ്യുന്നത് ആ ഒരു പരബ്രഹ്മ സ്വരൂപത്തിന്റെ കർമ്മങ്ങളെ കൊണ്ടാണ്. അങ്ങനെ പരബ്രഹ്മവും സർവേശ്വരമായിട്ടുള്ള അങ്ങയെ ആശ്രയിക്കുന്നതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും, ആ ഗുണങ്ങളുടെ കൃത്യവും അങ്ങ് കൃത്യമായി കൊണ്ട് പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും തമോ ഗുണമായാലും രജോ ഗുണമായാലും സത്വ ഗുണമായാലും ഇതൊക്കെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് അവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപമല്ലേ മൂർത്തിമൽ ഭാവമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ജന്മാദ്യസ്യേതൊന്വയാതിതരതശ്ചാർദ്ധേഷ്വഭിജ്ഞസ്വരാൾ. നമ്മൾ ആദ്യം പറഞ്ഞതായിട്ടുള്ള ഈശ്വര സങ്കല്പം, ആ പരമമായിട്ടുള്ള സത്യം ഇന്ന് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആരാണോ ഇവിടെ ജനിക്കുന്നില്ല, ആരാണോ ഇവിടെ നിലനിൽക്കുന്നില്ല, ആരാണോ ഇവിടെ ലയിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഇവിടെ ഉള്ള ഒരു വസ്തു ആയിക്കൊള്ളേണ്ട ആ ഭഗവാനല്ലേ, ആ ഒരു എന്താണ് അസ്തിത്വം അല്ലേ യഥാർത്ഥത്തില് ഇന്ന് രൂപമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ സ്വരൂപ ലക്ഷണങ്ങളും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളത് സോദാഹരണത്തോടുകൂടി വസുദേവരവിടെ ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു. സത്വം ത്രിലോക സ്ഥിതയേ സ്വമായയാ വിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മന സർഗായ രക്തം രജസോപബ്രംഹിതം കൃഷ്ണം ജവർണം തമസ ജനാത്യേ. അവിടെ മൂന്ന് രീതിയിൽ അങ്ങ് അവതരിക്കാറുണ്ട്. ബ്രഹ്മാവായിട്ടും മഹാവിഷ്ണുവായിട്ടും മഹാദേവനായിക്കൊണ്ടും സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവായിട്ട് അങ്ങ് രക്തവർണ്ണത്തോടുകൂടി അവിടെ വരുന്നു. ചുവപ്പ് നിറത്തെ അവിടെ അങ്ങ് സ്വീകരിക്കുന്നു. ഏതാണ് ചുവപ്പ് നിറത്തെ സ്വീകരിക്കുന്നത്? പുറമേ കാണുന്നതായിട്ടുള്ള ഈ ശരീരത്തിന്റെ കളറല്ല അവിടെ. പിന്നെയോ അതുപോലെ തന്നെ മഹാവിഷ്ണു ആയിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ സർഗായ ബിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മന, അവിടെ ധവളമായിട്ടുള്ള വെള്ള വർണ്ണത്തെ അവിടുന്ന് സ്വീകരിക്കുന്നു. തമോ ഗുണപ്രധാനമായിട്ടുള്ള മഹാദേവനായിട്ട് അങ്ങ് വേഷം മാറുമ്പോ എന്തായി? അവിടെ കൃഷ്ണം ജവർണം തമസാജനത്യേ, തമോ ഗുണപ്രധാനത്തിന് കാരണമായിട്ടുള്ള കറുപ്പ് വർണ്ണത്തെ അങ്ങ് അവിടുന്ന് സ്വീകരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തില് അങ്ങ് മായാബലത്തിൽ ലോകത്തിന്റെ സൃഷ്ടിക്ക് രജോ ഗുണപ്രധാനമായിട്ട് അവിടെ രക്തവർണ്ണത്തോടെ ബ്രഹ്മാവായിട്ടും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശുദ്ധ സാത്വികമായിട്ടുള്ള ശുക്ലവർണ്ണത്തെ സ്വീകരിച്ചുകൊണ്ട് വിഷ്ണു ആയിക്കൊണ്ടും സംഹാരത്തിന് തമോ ഗുണപ്രധാനമായിട്ടുള്ള കറുപ്പ് നിറത്തെ സ്വീകരിച്ചുകൊണ്ട് രുദ്രരൂപത്തെ കൊണ്ടും അവിടുന്ന് സ്വീകരിക്കുന്നു. അപ്പൊ സർവേശ്വരനായിട്ടുള്ള അവിടുന്ന് ഗുരുവായൂരപ്പ ലോക സംരക്ഷണം എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങ് നമ്മളുടെ വാസസ്ഥാനത്ത് അവതരിച്ച് ക്ഷത്രിയരെന്ന് രൂപം കൊണ്ട് തോന്നിക്കുന്നതായിട്ടുള്ള അസംഖ്യം അസുര ശ്രേഷ്ഠന്മാര് ഈ ഭൂതലം ആകെ അവരുടെ ആ സൈന്യത്തെയൊക്കെ വിന്യസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങ് അവരെയെല്ലാം എന്താണ് ഭീഷ്മദ്രോണ തടാ ജയദ്രഥ ജലാഗാന്ധാര നീലോപല, ഇങ്ങനെയുള്ള ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി ആ അസുരന്മാരെ എല്ലാം നിഗ്രഹിക്കുക. അടിയങ്ങളുടെ വസതിയിൽ അവതരിക്കുമെന്ന് കേട്ട് ഒട്ടും മാന്യതയില്ലാത്തതായിട്ടുള്ള ആ കംസൻ അങ്ങയുടെ ആ ജ്യേഷ്ഠന്മാരെ എല്ലാം ഇന്ന് നിഗ്രഹിച്ചിരുന്നു. 6 പേരെ നിഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ അവതരിച്ചതായിട്ടുള്ള വാർത്ത കേട്ട് കഴിഞ്ഞാല് കാവൽ ഭടന്മാര് മുഖാന്തരം നേരെ ആ കംസൻ അതിന്ന് അവിടെ അറിയിക്കും. ഉടനെ കംസൻ എന്ത് ചെയ്യും? അവിടുന്ന് ആയുധധാരിയായിക്കൊണ്ട് ഇവിടെ വന്ന് ഓടി വന്ന് എത്തും. അപ്പൊ ഈ ഒരു അവസ്ഥയില് അവിടുന്ന് വേണ്ടതായിട്ടുള്ള രീതിയിൽ എല്ലാം മംഗളകരമാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വസുദേവര് അവിടുത്തെ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. എന്തായാലും അവിടെ പറഞ്ഞു, അധൈനം ആത്മജം വീക്ഷ്യ മഹാപുരുഷ ലക്ഷണം ദേവകീ തതുപതംബാധാവൽ കംസാത്ഭീത ശുചിസ്മിത. കംസനെ ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ദേവകീ ദേവി ആ മഹാവിഷ്ണുവിന്റെ ചിഹ്നങ്ങളോടുകൂടി പിറന്നതായിട്ടുള്ള തന്റെ പുത്രനെ
ആ തമൽഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖ ഗദായുധായുധം എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ വസുദേവരെ കണ്ടത് ആ രൂപത്തെ ആ ദേവകീ ദേവിക്ക് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള തന്റെ പുത്രനെ കണ്ട് വസുദേവരുടെ ആ സ്തുതി അവസാനിച്ച ശേഷം അവിടുന്ന് ഒരു മന്ദഹാസത്തോടുകൂടി അവിടുന്ന് ആ ദേവകീ ദേവി അവിടുന്ന് ഗംഭീരമായിട്ട് അവിടുന്ന് സ്തുതിച്ചു. രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം തത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപ. നിർഗുണനും നിർവികാരനും അതുപോലെ തന്നെ സാത്വികത മാത്രമുള്ളവനുമായിട്ടുള്ള വിശേഷണങ്ങൾക്കൊന്നും പഴങ്ങാത്തവനും പിന്നെയോ അവിടെ ഇച്ഛയൊന്നില്ലാത്തവനായിട്ടുള്ള നിർവചിക്കാൻ ഒരിക്കലും അവ്യക്തമായിട്ടുള്ള രീതിയിൽ ഇന്നും നേതി 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 എന്നല്ലാതെ ഭഗവാൻ ഇന്നതാണ് എന്ന് പറയാൻ സാധിക്കാത്തതായിട്ടുള്ള വേദങ്ങൾ പോലും ഉദ്ഘോഷിക്കുന്നു. അധ്യാത്മദീപമായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപിയുമായിട്ടുള്ള സാക്ഷാൽ ആ മഹാവിഷ്ണു തന്നെ ഇവിടെ പറയുന്നു. സൃഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷു ആദിഭൂതം ഗതേഷു വ്യക്തേ വ്യക്തം കാല വേഗേന യാതേ ഭഗാഭവാനേക ശിഷ്യതേ അശേഷ സപ്ഞ. ദ്വിപരാർദ്ധം കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ ആയുഷ്കാലം കഴിയുമ്പോഴേക്കും ഈ ലോകം പഞ്ചമഹാഭൂതങ്ങളിലേക്ക് ലയിക്കുന്നു. ഇവിടെ എന്താണോ ഭഗവാൻ സൃഷ്ടിച്ചതായിട്ടുള്ള പഞ്ചഭൂതങ്ങളൊക്കെ ഈ പഞ്ചഭൂതങ്ങളൊക്കെ മഹാഭൂതങ്ങളായിട്ട് മാറുക എന്ന് പറഞ്ഞാലോ ആ അഗ്നി ആയാലും ജലമായാലും വായു ആയാലും ആകാശമല ആയാലും എല്ലാം തന്നെ അതിലേക്ക് തന്നെ ലയിക്കുന്നതോടെ രണ്ട് പരാർത്ഥങ്ങളായിട്ടുള്ള ബ്രഹ്മാവിന്റെ ആ രാപ്പകലുകൾ കഴിയുമ്പോഴേക്കും എല്ലാം ആ പ്രളയത്തിന് അടിസ്ഥാനമായിക്കൊണ്ട് മഹാഭൂതങ്ങളൊക്കെ ഭൂതസൂക്ഷ്മങ്ങൾ പിന്നെ ഈ മഹാഭൂതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അത് സൂക്ഷ്മങ്ങളാകുന്നു. അങ്ങനെ ആ സൂക്ഷ്മങ്ങൾ മുഴുവൻ പിന്നീട് അത് ഭഗവാന്റെ തന്നെ അഹങ്കാരത്തിലേക്കും ആ അഹങ്കാരം വ്യക്തമായിട്ടുള്ള മഹത്തത്വത്തിലേക്കും ലയിച്ച് അവിടെ മഹത്തത്വം വ്യക്തമായിട്ടുള്ള ആ ഏതാണോ ഏത് മൂലത്തിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ മൂലപ്രകൃതിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ ഈ ലോകം പൂർണ്ണമായിട്ടും ആ തന്നിലേക്ക് തന്നെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ ലയിക്കുന്നതോടെ ഒരാൾ ഒഴികെ മറ്റൊന്നും അവിടെ അവശേഷിക്കുന്നില്ല. അങ്ങനെ അവശേഷിക്കുന്ന ഏകൻ ആരാണ്? ഭവാനേക ശിഷ്യദേശേഷ സംജ്ഞ. അങ്ങനെ ശേഷിക്കുന്നതായിട്ടുള്ള ഒന്ന് അങ്ങ് മാത്രമാണ് എന്ന് അവിടെ ഗംഭീരമായിട്ട് അവിടുന്ന് സ്തുതിക്കുന്നു. പിന്നീട് പറഞ്ഞു യോയം കാലസ്തസ്യ ദേവ്യകൃതബന്ധോ ജ്യേഷ്ഠാമാഹുശ്ചേഷ്ടതയേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയാൻ തം ത്വേഷാനം ക്ഷേമധാമ പ്രപദ്യേ. അവിടെ അവ്യക്തമെന്നും പ്രധാനമെന്നും ഒക്കെ സാഖ്യ യോഗത്തിലൊക്കെ വിവരിക്കുന്നതായിട്ടുള്ള ഈ മൂലപ്രകൃതി എന്താണോ ഈ ഒരു പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ബീജം എന്നുള്ളത് ആ മൂലപ്രകൃതിയുടെ നീന്തവാണ് സാക്ഷാൽ പരബ്രഹ്മം ആയിട്ടുള്ള അങ്ങ്. കാലശക്തിയിലാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഈ പ്രപഞ്ചമൊക്കെ ഇവിടെ പ്രവർത്തനക്ഷമമാകുന്നത്. കാലമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാലം ഈശ്വരനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓരോ നിമിഷം മുതൽ സംവത്സരം വരെയും ആ സംവത്സര കണക്കില് ദ്വിപരാർത്ഥം വരെയും നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള എത്രയോ മഹത്തായിട്ടുള്ള ആ കാലം അങ്ങയുടെ ഒരു ചേഷ്ടാവിശേഷമല്ലേ ഹേ ഗുരുവായൂരപ്പ. അങ്ങനെ വൈഭവമുള്ളവനും അതുപോലെ തന്നെ ക്ഷേമത്തിന് ആധാരവുമായിട്ടുള്ള അങ്ങയെ ഈ ഉള്ളവൽദ ശരണം പ്രാപിക്കുന്നു. മനുഷ്യരെ എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം മ്രിയമാണന്മാരാണ് മനുഷ്യര്. എന്നും മരണത്തെ കാത്തു കിടക്കുന്നതായിട്ടുള്ള മ്രിയമാണന്മാരായിട്ടുള്ള മനുഷ്യര് അവര് ആ മൃത്യുവെ ഭയന്ന് എല്ലാ ലോകങ്ങളിലും രക്ഷാസ്ഥാനം തേടി പലായനം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരിൽ സുഹൃതികളായിട്ടുള്ള ഒരു ന്യൂനപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവത് പാദാരവിന്ദങ്ങളിലേക്ക് എത്തുന്നു. എല്ലാത്തിൻ്റെയും മൃത്യുഭയം പോലും അമൃതം ഗമയ അല്ലെ ആ മൃത്യുവിനെ പോലും മൃത്യുഭയത്തെ പോലും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള മൃത്യോർമ്മ അമൃതം ഗമയ എന്നുള്ള ആ പാദാരവിന്ദങ്ങളെ ജനങ്ങൾ അവിടുന്ന് സ്വീകരിക്കുന്നു. മൃത്യുവിന് അവിടെ പ്രവേശനം ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ
എന്തായാലും ഇവിടെ പറഞ്ഞു, സത്വം ഘോരാദുഗ്രസേന ആത്മജാന്നസ്ത്രാഹിത്രസ്താൻ ഭൃത്യവൃത്യാസഹാസി രൂപം ചേതം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ഠാഹ. അവിടെ മഹാക്രൂരനും ഉഗ്രസേനന്റെ പുത്രനുമായിട്ടുള്ള കംസനെ ഭയന്ന് കഴിയുന്ന അടിയങ്ങളെ അങ്ങ് രക്ഷിക്കണേ. അങ്ങ് ആശ്രിതരുടെ ഭീതിയെ അവിടുന്ന് ഇല്ലാണ്ടാക്കുന്നവനാണല്ലോ. യോഗികൾക്ക് ധ്യാനത്തിലൂടെ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ ഒരു ഭഗവത് സ്വരൂപം ദാ ഈ പ്രാകൃതരായിട്ടുള്ള ഞങ്ങളുടെ മുമ്പിൽ ദർശനത്തിനായിട്ട് അങ്ങ് എത്തിയിരിക്കുന്നു. അങ്ങ് എന്നിൽ അവതരിച്ചത് ഒന്നും കംസൻ ഒരിക്കലും അറിയാൻ ഇടയാവരുതേ. അങ്ങയുടെ ഈ ജന്മം കംസനിൽ നിന്നുള്ള ഒരു ഭീതി വളർത്തുന്നു ശരിക്ക്. അതുകൊണ്ട് അല്ലയോ ഈ ലോകത്ത് ഉള്ള സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് ആത്മസ്വരൂപേണ ലോകദൃഷ്ടിയ അസാധാരണ സ്വരൂപമുള്ള അങ്ങ് ഈ ഒരു സ്വരൂപത്തെ അവിടുന്ന് മറക്കേണമേ. ശംഖം, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ചതായിട്ടുള്ള തൃക്കൈകളോട് കൂടിയതായിട്ടുള്ള അങ്ങ് ആരെയും ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ അങ്ങ് പ്രളയം കഴിയുന്നത് വരെ ഈ 14 ലോകങ്ങള് ഉള്ളിൽ വെച്ചുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ അവയൊക്കെ പാതാളാദി ക്രമത്തിൽ കൊണ്ട് 14 ലോകങ്ങളെയും അങ്ങ് ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ഈ ലോകങ്ങളെല്ലാം തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചതായിട്ടുള്ള അങ്ങ് എൻ്റെ ഉദരത്തിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ഭൂജാതനാകുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ എന്താണ്? ഇതൊന്നും മൂഢരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അത്ഭുതമായിട്ട് അവർ കാണുകയില്ല. പിന്നെ എന്താണ്? ഇതൊക്കെ ഒരു പരിഹാസ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അത് മാറും അവിടെ. അപ്പൊ ദേവകി സാധാരണ സന്താനം ഉണ്ടായി എന്ന ലോകരുടെ ഇടയിൽ അവിടെ അറിയില്ല. പക്ഷേ ഇതിപ്പം ഈ ഒരു വിശേഷമായിട്ടുള്ള രീതിയിൽ ഒരു ഉണ്ണി ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേ അത് പരിഹാസമാണ് അവിടെ ജനിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് ഈ രൂപത്തെ വേഗം അവിടുന്ന് ഇല്ലാണ്ടാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവകി ദേവിത പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. ഭഗവാൻ അവിടുന്ന് പറഞ്ഞു, ത്വമേവ പൂർവസർഗേ ഭൂപ്രശ്നി സ്വായംഭുവേ സതീ തദായം സുതപാനാമ പ്രജാപതിരകൽമഷ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടണം, ഇങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെടണം എന്ന് വിചാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രഹ്മസ്വരൂപത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജന്മം ഇനി എടുക്കേണ്ടി വരില്ല. എന്നെ അതുകൊണ്ട് പുത്രഭാവേന അല്ലെങ്കിൽ ബ്രഹ്മഭാവേന ഇതിനു മുമ്പ് നിങ്ങൾ ധാരാളം കാലം തപസ് ചെയ്ത സമയത്ത് അന്ന് സുതപസിന്റെയും പ്രശ്നിയുടെയും മകനായിക്കൊണ്ട് പ്രശ്നിഗർഭൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പുത്രനായിട്ട് ജനിച്ചോടെ. ഇപ്പോഴോ ഇപ്പം വീണ്ടും അവിടുന്ന് പറഞ്ഞതായ അവിടുത്തെ മകനായിക്കൊണ്ട് വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു രീതിയില് ഉത്തമമായ സാധ്വികളിൽ ഉത്തമയായിട്ടുള്ള ഹേ മാതാവേ, അങ്ങയുടെ അവിടുത്തെയും ആ അമ്മയുടെയും അതുപോലെ പിതാവിന്റെയും ഒക്കെ പൂർവ്വ ചരിത്രത്തെ കുറിച്ചൊക്കെ അവിടെ ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ഇരുവരും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അധോമുഖങ്ങളാക്കിക്കൊണ്ട് ഉഗ്രമായിട്ടുള്ള തപശ്ചര്യയിലൂടെ മഴ, കാറ്റ്, വേനൽ ചൂട്, അതുപോലെ തന്നെ മഞ്ഞ്, വിയർപ്പ് ഇങ്ങനെയുള്ള കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ഓരോന്നായിട്ട് സഹിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്ത മനോമാലിന്യങ്ങളെയൊക്കെ അകറ്റി ഉണങ്ങിക്കൊഴിഞ്ഞതായിട്ടുള്ള ഇലകളും വായുവും മാത്രം ഭക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ട് അങ്ങനെ മനസ്സിനെ ശാന്തത കൈവരിച്ചുകൊണ്ട് എന്നിൽ നിന്ന് അഭീഷ്ട വരങ്ങളൊക്കെ അവിടുന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം എന്നെ ആരാധിച്ച് അങ്ങനെ 10,000 ദിവ്യ സംവത്സരങ്ങള് അവിടുന്ന് കഴിക്കുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു എന്ന് അവിടെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, അജുഷ്ടഗ്രാമ്യ വിഷയാവനവത്യൗച ദമ്പതി നവവ്രാധേപവർഗം മേ മോഹിതോ മമമായ. ശ്രദ്ധയോട് കൂടിയിട്ടുള്ള തപസ് അല്ലെങ്കിൽ ഭക്തിയോട് കൂടിയിട്ടുള്ള ആ ഏകാഗ്രമായിട്ടുള്ള ഒരു ധ്യാനം, ഇതോടുകൂടി നിങ്ങളുടെ തപസ്സിൽ സന്തുഷ്ടനായിട്ടുള്ള ഞാൻ അവിടത്തേക്ക് വരം നൽകുവാനായിട്ട് നിങ്ങളെ ഇതേ രൂപത്തിൽ തന്നെ അന്നും സമീപിച്ചിരുന്നു. അപ്പൊ ഇഷ്ടമുള്ള വരങ്ങള് ചോദിക്കണമെന്നും പറഞ്ഞ് നമ്മളോട് തുല്യനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവണം. ഗതേമയുവാം ലബ്ധ്വാവരം സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാന ഭുഞ്ചാധാം യുവാം പ്രാപ്ത മനോരഥോ.
എനിക്ക് തുല്യമായിട്ടുള്ള ഒരു പുത്രൻ വേറെയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇതാ അവിടത്തേക്ക് പുത്രനായിട്ട് വന്നുകൊള്ളാം എന്ന് അവിടുന്ന് ഇതാ അവിടുന്ന് അനുഗ്രഹിച്ചതിന്റെ പേരിലാണ് ഇന്ന് വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ മായയെ സ്വീകരിച്ചുകൊണ്ട് എന്റെ മായയ്ക്ക് ആയി കഴിഞ്ഞാല് മോക്ഷമൊന്നും അവിടുന്ന് ആവശ്യപ്പെടുകയില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ച വിധം ആ സന്താന ലബ്ധിക്ക് ഉണ്ടാവുമെന്നുള്ളത് അനുഗ്രഹിച്ചുകൊണ്ട് ഇതാ ഞാൻ അന്ന് അവിടെ നിന്നും തിരോധാനം ചെയ്ത് അതിൽ പിന്നെ നിങ്ങൾ ലൗകിക സുഖമൊക്കെ അനുഭവിച്ചു തുടങ്ങി. ശീലം, ഔദാര്യം തുടങ്ങിയതായിട്ടുള്ള ഗുണങ്ങൾക്കൊക്കെ നമുക്ക് തുല്യനായിക്കൊണ്ട് അന്യരാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അവിടെ പ്രശ്നിഗർഭൻ എന്നുള്ള രീതിയിൽ പുത്രനായിട്ട് അന്ന് ജനിച്ചു. നിങ്ങളുടെ തയോർവാം പുനരേവാഹം അതിഥ്യാമാസ കശ്യപാൽ ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ചവാമന. അവിടെ അടുത്ത ജന്മത്തിൽ പിന്നീട് കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായിക്കൊണ്ട് ഉപേന്ദ്രൻ എന്നുള്ള രീതിയിൽ, പിന്നെ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് കുറുകിയ വാമനൻ എന്നുള്ളൊരു പേരിലൂടെ ഞാൻ അവതരിച്ച് അവിടുത്തെ നമ്മുടെ മൂന്നാം ജന്മവും അതേ സ്വരൂപത്തിൽ ഇതാ ഇപ്പോ കൃഷ്ണനായിക്കൊണ്ട് ഞാൻ സത്യം സ്വരൂപനായിക്കൊണ്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. അതുകൊണ്ട് ഈ രൂപത്തിൽ ആവിർഭവിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർവജന്മ സ്മരണ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് മനുഷ്യരൂപത്തിലായാൽ നാം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു ബ്രഹ്മസ്വഭാവം ആദ്യം മനസ്സിലാക്കി തരണം. വിഷ്ണു ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ പിന്നീട് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ, യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേതേ മൽഗതിം പരാം. പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ അമ്മേ, എന്നാൽ ബ്രഹ്മഭാവം ആണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വേഷത്തിൽ ഇവിടെ വന്നത്. അതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഇതിന്റെ ഫലമായിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജന്മം എടുക്കേണ്ടി വരികയില്ല. ആ സ്നേഹത്തോടുകൂടി പുത്രനായി കണ്ടുകൊണ്ട് അച്ഛനമ്മമാരോടുകൂടി അമ്മമാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ പുത്രനിലൂടെ എൻ്റെ ബ്രഹ്മഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് സായുജ്യത്തിലേക്ക് എത്തിച്ചേർന്നോളൂ എന്ന് അവിടെ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. എന്തായാലും അവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, അങ്ങനെ ഭഗവാൻ ഓരോന്നും പറഞ്ഞ് മൗനിയായിക്കൊണ്ട് അവിടെ സ്ഥിതി ചെയ്തു. മാതാപിതാക്കന്മാരെ നോക്കി നിൽക്കെ തന്നെ അവിടെ തൻ്റെ ആ മായാവൈഭവത്തെ കൊണ്ട് ഒരു സാധാരണ മനുഷ്യ ശിശുവായിക്കൊണ്ട് രൂപാന്തരപ്പെടുകയും ആ ദേവകീ കൽപ്പത്തിലേക്ക് വന്ന് പ്രവേശിക്കുകയും ചെയ്തു. അത് കണ്ടു കഴിഞ്ഞിട്ട് അതിനുശേഷം ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവര് തതശ്ശൗരിർ ഭഗവൽ പ്രചോദിതസ്തുതം സമാദായ സസൂതികാ ഗൃഹാൽ യഥാ ബഹിർഗന്തുമിയേഷ തർഹ്യജ യായാജനി നന്ദജായയാ. പുത്രനെ സൂതികാഗൃഹത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് യാത്രയാകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പൊ ശരിക്ക് ഭഗവാൻ ദേവകീ ദേവിയുടെ ഒരു സന്തോഷം, ഈ ഒരു സങ്കടം കണ്ടുകൊണ്ട് പറഞ്ഞു, ഹേ അമ്മേ, കംസനെ പേടി അമ്മയ്ക്കുണ്ട് എങ്കിൽ എന്നെ വേഗം അമ്പാടിയില് ഇന്ന് യശോദാദേവി ഗർഭിണിയായിക്കൊണ്ട് പ്രസവിക്കാറായിട്ട് പാകത്തിനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ അവിടെ യോഗമായ അവിടെ പ്രസവിക്കുവാൻ വേണ്ടി ഞാൻ ആ യോഗമായയെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള യോഗമായയെ ഇങ്ങോട്ട് ഗോകുല മധുരയിലേക്ക് കൊണ്ടുവരികയും ഈ ഇവിടുന്ന് തന്നെ അമ്പാടിയിലേക്ക് യശോദാകൽപ്പത്തിലേക്ക് കൊണ്ട് കടത്തുകയും ചെയ്യുക. ഒരു 12 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അമ്മേ നിങ്ങളുടെ മകനായിക്കൊണ്ട് ഇവിടെ വന്ന് കൂടിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഉപദേശങ്ങളൊക്കെ വസുദേവർക്ക് അവിടെ കൊടുത്തിരുന്നു. എന്തായാലും ആ വസുദേവരുടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവകീ കൽപ്പത്തിൽ കിടക്കുന്നതായിട്ടുള്ള ഉണ്ണിയെ ഒന്ന് ചുംബിക്കുവാനോ ഒന്ന് വാത്സല്യം നുകരുവാനോ ഒന്ന് മടിയിൽ കിടത്തി ആനന്ദിക്കുവാനോ സാധിക്കാതെ ആ മാറോടൊന്ന് ചേർത്ത് വെക്കുവാൻ പോലും സാധിക്കാൻ അനുവദിക്കാത്തതായിട്ടുള്ള ദേവകീ ദേവിയുടെ കയ്യിൽ നിന്നും ആ ഉണ്ണിയെ മേടിച്ചുകൊണ്ട് തന്നെ മാറോട് ചേർത്തു. മാറോട് ചേർത്തതോടുകൂടി ആ കണ്ണൻ തന്റെ കയ്യിലേക്ക് എത്തിയതോടുകൂടി
തന്റെ ദേഹത്തുള്ള ചങ്ങലകൾ ഇതാ തന്നെ അഴിഞ്ഞു വീണു. ആ ഇരുമ്പ് സാക്ഷികള് എല്ലാം തുറന്നു വന്നു. ആ ദ്വാരപാലങ്ങള് എല്ലാം എന്തൊക്കെ കവാടങ്ങളാണോ അവിടെ ഇരുമ്പ് സാക്ഷികളെ കൊണ്ടും ചങ്ങലകളെ കൊണ്ടും ഒക്കെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുറക്കുവാൻ വേണ്ടി യാതൊരുവിധ പ്രയാസവുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി. ആകാശത്ത് ആ നേരിയ ഇടിമുഴക്കത്തോടു കൂടിയിട്ടുള്ള മേഘങ്ങൾ അവിടുത്തെ ആ ഭഗവാന് സന്തോഷം കൊണ്ടുള്ള ഒരു പുഷ്പവൃഷ്ടി എന്നുള്ള രീതിയിൽ വർഷങ്ങളെ പെയ്യിച്ചു, മഴ പെയ്യിച്ചു. അവിടെ മഴയ്ക്ക് വല്ലാതെ ശക്തി കൂടി തുടങ്ങിയോ എന്ന സംശയം. അങ്ങനെ ശക്തി കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ആദിശേഷനായിട്ടുള്ള അനന്തൻ തന്റെ ഭണങ്ങൾ മുഴുവൻ വിടർത്തിക്കൊണ്ട് ആ ഭണങ്ങളിൽ ഉള്ള ആ രത്നങ്ങളുടെ ശോഭകള് മുമ്പിൽ കാണിച്ചുകൊണ്ട്, മുമ്പിൽ ഒരു പ്രകാശം ചൊരിച്ചുകൊണ്ട് അനന്തൻ അവിടെ ഭഗവാന് ഭണങ്ങൾ വിടർത്തിക്കൊണ്ട് വസുദേവർക്ക് കുടയായിക്കൊണ്ട് അവിടെ അനുഗമിച്ചു. ഇങ്ങനെ മഴയുടെ ആ ശക്തി കൊണ്ട് യമുനാ നദിയിൽ ഇന്ന് വെള്ളപ്പൊക്കം വല്ലാണ്ട് അങ്ങോട്ട് വെള്ളം പൊങ്ങി തുടങ്ങി. കലങ്ങി മറിഞ്ഞ ആ പുഴവെള്ളത്തിന്റെ ഒഴുക്കിൽ ഭയങ്കര ചുഴികളും അതുപോലെ തന്നെ നുരയും പതകളും തിരമാലകളും ഒക്കെ രൂപപ്പെട്ടു ആ യമുനയില്. ആരാണ് യമുന എന്ന് പറയുന്നത്? സൂര്യന്റെ പുത്രിയായിട്ടുള്ള യമുന. അതുപോലെ തന്നെ യമന്റെ സഹോദരിയായിട്ടുള്ള ആ യമുന അക്ഷരാർത്ഥത്തിൽ അന്തകന്റെ അനുജത്തിയുടെ ഭീകരത അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ വസുദേവരത നദീതീരത്തെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒഴുക്കത രണ്ടായിട്ട് അവിടുന്ന് പിരിഞ്ഞു. യമുന അവിടുന്ന് മാറിക്കൊടുത്തു ഭഗവാനെ പോകുവാൻ വേണ്ടിയിട്ട്. നേരെ ആ തിരമാലകളൊന്ന് തിരിഞ്ഞ് നേരെ ആ കണ്ണന്റെ പാദങ്ങളിലേക്ക് വന്ന് കുമ്പിടുന്ന രീതിയിലേക്ക് ആ തിരമാലകളൊക്കെ യമുന അവിടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അവിടുന്ന് മാറിക്കൊടുത്തു. എങ്ങനെയാണോ പണ്ട് ശ്രീരാമേന്ദ്ര സ്വാമിക്ക് ആ സേതുബന്ധനത്തിന് വേണ്ടിയിട്ട് സമുദ്രം പോലും അനുവാദം നൽകിയതായിട്ടുള്ള ആ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അങ്ങനെ ആ വസുദേവര് സുഖമായിട്ട് വഴി സൗകര്യത്തോടു കൂടി അവിടെ നേരെ നന്ദവ്രജം ശൗര്യരൂപേത്യതത്ര താൻ ഗോപാൻ പ്രസുപ്താൻ ഉപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ സുതാമുപാദായ പുനർഗൃഹാനകാൽ. വസുദേവര് നന്ദഗോകുലത്തിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സർവരും അവിടെ എന്താണ്? ഗാഠനിദ്രയിലാണ്. അവിടെ ആരാണ് അവിടെ ജനിച്ചിരിക്കുന്നത്? ഭഗവതി അവിടെ ആ യശോദാകൽപ്പത്തിൽ ഭഗവതി അവിടെ അവതരിച്ചിരിക്കുന്നു. യോഗമായ അല്ലെ? അവിടെ നിദ്രാരൂപേണ വർത്തതേ യാ ദേവി സർവഭൂതേഷു. അല്ലെ? നിദ്രാ രൂപത്തിലുള്ള ഭഗവതി അവിടെ ആവിർഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരെയും ഒരു അഗാധ നിദ്രയിലേക്ക്, ആനന്ദത്തിലേക്ക് ഭഗവതി അവിടുന്ന് എല്ലാവർക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. നന്ദഗോകുലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഗാഠനിദ്രയിലായിട്ടാണ് കണ്ടത് അവിടെ. അങ്ങനെ താൻ കൊണ്ടുവന്നതായിട്ടുള്ള ആ ഒരു നീലക്കല്ല് ആ ബാലനെ യശോദയുടെ ആ ഒരു കൽപ്പത്തിലേക്ക് കടത്തിക്കൊണ്ട് നേരെ ആ യശോദാ കൽപ്പത്തിൽ കിടക്കുന്നതായിട്ടുള്ള യോഗമായയെ താൻ അവിടുന്ന് ആ പാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അമ്മയെ അവിടുന്ന് അങ്ങോട്ട് സ്വീകരിച്ചു മാറോട് അങ്ങോട്ട് ചേർത്ത് വെച്ചു. നേരെ അവിടെ നിന്നും നേരെ മധുരയിലേക്ക് മടങ്ങി. അങ്ങനെ ആ മധുരയിലേക്ക് തിരിച്ചു വന്നതോടുകൂടി യമുന എങ്ങനെയായിരുന്നോ ഇത് കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നതായിട്ടുള്ള യമുന വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവിടുന്ന് മാറി. കണ്ണൻ അവിടുന്ന് വിട്ടുപോയതോടുകൂടി അതിന്റെ ദേഷ്യത്തിലാണോ യമുന ഇപ്പോ വെള്ളപ്പൊക്കം വീണ്ടും അവിടുന്ന്. അതുപോലെ ശക്തിയായിട്ടുള്ള വരുഷം എല്ലാ പ്രകൃതി മുഴുവൻ നേരെ തിരിഞ്ഞതായിട്ടോ അവതരിക്കുന്ന സമയത്ത് പ്രകൃതി എങ്ങനെയാണോ ശാന്തമായത് അതിന് നേരെ വിപരീതമായോ എന്ന് തോന്നിപ്പോകും ആ മധുരയിലെ അന്തരീക്ഷങ്ങളെ. യോഗമായ വന്നതോടുകൂടി, മായ പ്രവേശിച്ചതോടുകൂടി ആ ഇരുമ്പ് സാക്ഷികൾ അടഞ്ഞു, ജനാലകൾ അടഞ്ഞു. അതുപോലെ തന്നെ ആ ചങ്ങലകളൊക്കെ പഴയതുപോലെ അവിടുന്ന് പൂർവ്വസ്ഥിതിയിലേക്കായി. ആ യശോദ ദേവകിയുടെയും വസുദേവരുടെയും ദേഹത്തുണ്ടായിരുന്ന ചങ്ങലകൾ പോലും ഇന്നൊന്നുകൂടി മുറുകിയ യോഗമായ തന്റെ കയ്യിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ആ യോഗമായയെ ദേവകി കൽപ്പത്തിലേക്ക് ആ കൂടെ അങ്ങോട്ട് കടത്തി കാലിലെ അഴിഞ്ഞ ചങ്ങല ബന്ധിപ്പിച്ചു. പിന്നീട് അവിടെ യോഗമായയുടെ വൈഭവത്താല് ആ പ്രസവം കൊണ്ടുള്ള തളർച്ചയുണ്ട് ഒക്കെ യശോദ താൻ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ കുഞ്ഞ് ഏതാണെന്ന് പോലും അവിടെ യശോദാനന്ദ പത്നീജ ജാതം പരമബുദ്ധ്യത നതല്ലിംഗം പരിശ്രാന്ത നിദ്രയാപഗത സ്മൃതി. യശോദാദേവി ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. യോഗമായയുടെ വൈഭവമാണോ എന്നറിയില്ല, ഭഗവാന്റെ വൈഭവമാണോ എന്നറിയില്ല.
എല്ലാം ഒരു ഗാഠനിദ്രയിൽ ആനന്ദത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള യശോദ തനിക്കുണ്ടായതായിട്ടുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പോലും ആ ജനങ്ങളെ പോലും മനസ്സിലാക്കാത്ത വിധത്തില് യോഗമായ അവിടെ എല്ലാവരെയും അനുഗ്രഹിച്ചു. അങ്ങനെയുള്ള യശോദ ദാ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ദാ ആ 3-ാമത്തെ അധ്യായം അവിടെ പര്യവസാനിക്കുന്നത്. ഇനിയുള്ള ദിനങ്ങള് നാളെ മുതല് ഒരു നേരം ഈ കൺപോളെ ഒന്ന് അടയ്ക്കാൻ നമുക്ക് തോന്നാത്ത രീതിയിൽ അല്ലെ സദാസമയവും തന്റെ കൂടെ ആ സച്ചിദാനന്ദ സ്വരൂപം പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള മഹാവിഷ്ണു തന്റെ കൂടെ ഇന്ന് ഉണ്ണിയായിക്കൊണ്ട് തന്റെ ആ മാറത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് മാറത്ത് ചേർന്ന് തന്നെ ആലിംഗനം ചെയ്യുന്നത് കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് ഉറങ്ങാൻ സാധിക്കുക? ആ താമരക്കണ്ണന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ ഇമകള് പോലും ഗോപികമാര് ഇമകളെ പോലും അല്ലെ എന്താണ് ബ്രഹ്മാവിനോട് അവിടുന്ന് ശപിക്കുന്നുണ്ട് ഗോപികള്. നീ എന്തിനാണ് ഇങ്ങനെ ഈ അടപ്പ് ഞങ്ങളുടെ കണ്ണുകൾക്ക് അടപ്പ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കണ്ണനെ കാണാതിരിക്കാൻ വേണ്ടോ? ആ അടപ്പില്ലായിരുന്നെങ്കിൽ കണ്ണനെ ഞങ്ങൾക്ക് പൂർണ്ണ നേരം ആ ഒരു സമയത്തും കൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ എന്ന് ആ നിഷ്കാമ ഭക്തിയോടുകൂടെ ഉദാഹരണമായിട്ടുള്ള ഗോപികള് ചോദിക്കുന്നത് പോലെ യശോദയ്ക്ക് ഇനി എവിടെയാണ് ഇനി കണ്ണടയ്ക്കാൻ സമയം? എവിടെയാണ് ഉറങ്ങാൻ സമയം? എവിടെയാണ് തമോ ഗുണത്തിന് അധികാരം ഉണ്ടാവുക? ഈ സത്വഗുണ പ്രധാനിയായിട്ടുള്ള ഭഗവാൻ തന്നോട് ചേർത്ത് നിർഗുണ പ്രധാനിയായിട്ടുള്ള ഭഗവാൻ തന്നോട് ചേർത്ത് നിൽക്കുമ്പം ഇനി താമസത്തിനോ രാജസത്തിനോട് സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് താൻ മാറുകയാണെങ്കിൽ ഇനി ഉറക്കമില്ലാത്ത ജീവിതമാണ് യശോദയ്ക്ക്. ആ യശോദത സുഖമായിട്ട് ആ ഭഗവാന്റെ ആ കൽപ്പത്തില് സുഖമായിട്ട് ആത്മാനന്ദം ബ്രഹ്മാനന്ദ അനുഭൂതിയിലൂടെ സുഷുപ്തിയിൽ എങ്ങനെയാണോ നമ്മള് ഉറക്കം സുഖമായി എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അതേ രീതിയിൽ ആ യശോദയുടെ കൂടെ ആ പരബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് ആനന്ദ കട്ടയെ ആലിംഗനം ചെയ്തുകൊണ്ട് കിടക്കുന്നതായിട്ടുള്ള യശോദാമ നമുക്ക് ആ യശോദയുടെ പിന്നീടുള്ള അവസ്ഥകൾ നമുക്ക് ഇനി അടുത്ത അധ്യായത്തിലൂടെ കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് ആ കൃഷ്ണാവതാരം എന്നുള്ള ഒരു ഭാഗം പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.